അമാനടെ തോമസ് കുട്ടി എല്ലാരും ഉണ്ട്. എന്നോട് ഞാൻ പറഞ്ഞു ഇതെന്താ വേണ്ടൊക്കെ റെഡിയോ അവസ്ഥ ഒരു കരടി എന്ത് രോമ നിരച്ച രോമം റിബോന്റെ മുറി അടിച്ചു പൊളിച്ചേക്ക കത്തിയോണ്ട്. ഒന്നും നോക്കില്ല, നമ്മള് ബില്ലാണ് കൊടുക്കാണ്. പള്ളം മുട്ടിയിട്ട് തിന്നാൻ വയ്ക്കായിട്ട് നിൽക്കാണ്. അപ്പം പെരയിന്ന് മന്തിന്ന് പള്ള അരച്ചോനാണ്. അത് പിന്നെ നുള്ളി പൊറുക്കി തിന്നവരാണ് രണ്ടെണ്ണം. ഇതാണ് എല്ലാവരുടെ പീസും മന്തിയൊക്കെ തിന്നണേ. കാണാറോ ഇത് 2 പീസ് തിന്നാണ്ട് പൈക്കിട്ട് ഇതിന്നൊരു പീസ് തിന്നു, അതിന്നൊരു കഷ്ണം, അതിന്നൊരു കഷ്ണം ഒക്കെ തിന്നു. ഇപ്പൊ ജീരക കൂട്ടായി കളറാണ്. മണി കണ്ടോ പത്തിന് തവണ പനക്കാരുടെ കൊടുന്ന് വെച്ചിങ്ങനെ വണ്ടിയിൽ വന്നിട്ട് വണ്ടീൻ്റെ ചാവില്ലാതെ കുത്തിറക്കാണ് നമ്മൾ. ഇതാ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ, ഫുള്ള് വൈബിലാണ്. വണ്ടീൻ്റെ ചാവിയാണല്ല, വണ്ടി ഇതാണ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതാണ് നമ്മളെ നമ്മളെ ക്രിസ്മസ് ആവുകയും കാലോണ്ട് സ്ഥലം എടുക്കും. നമ്മള് ക്രിസ്താന്റെ റൈഡിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടോളിട്ടോ എല്ലാരും. ഇതിപ്പം നിലമ്പൂര് അങ്ങാടി മുതലെല്ലാം അവിടെ നമ്മള് പിരിയാണ്. നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി ഇട്ട് കൊടുക്കാണ്. മാനവേദ സ്കൂളിന്റെ റോഡ് ഇവിടെ വലിയൊരു പോയുണ്ട്. പക്ഷെ നമ്മൾ ആ പോയ പാലക്കാട് നമ്മളിങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ഇതാണ് മാനവേദ സ്കൂളിന്റെ സ്റ്റേഡിയം. അതാണ് മാനവേദ സ്കൂൾ കിടക്കണ അവിടെ. ഇതാണ് കുഞ്ഞാപ്പാക്ക സ്റ്റോർ. നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ച് അപ്പുറത്തേങ്ങാണ്ട് മജ്ജുമായിന്റെ റോഡ്, മജ്ജുമായി റോഡാണ്. നമ്മളിങ്ങനെ പോയാണ് മംഗള ബിരിയാണി. ഞാൻ നമ്മള് മംഗള ബിരിയാണി. റോഡൊക്കെ ഭയങ്കര കണ്ടീഷനാണ്. റോഡൊന്നും ഫുൾ ഹൈ പ്രഷറാണ്. സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളോട് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഓലെ കണ്ടു, ഓലെ മീറ്റൊക്കെ ചെയ്ത്. അപ്പൊ ഓല് പറഞ്ഞ് തിരക്കുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ പോവാണ്. നമ്മളേതായാലും ഇനി വിട്ടിട്ട് നിലമ്പൂർ അങ്ങാടി അല്ല ചന്തക്കുന്ന് എത്താനായി.
നമ്മളപ്പോ ഞാൻ അടുത്ത സ്പോട്ട് എടുക്കാണ്. നമുക്ക് വയനാട് കൊടുക്കാം. അടുത്ത പോയിട്ട് ഗറിലേക്കാണ് പോണത്. നമ്മള് നമ്മൾ അടുത്ത് കയറാൻ പോണാണ്. നമ്മള് വയനാട് ഒരു ഷോപ്പ്. അങ്ങനെ നമ്മള് അവിടുന്ന് നമ്മള് അവിടുത്തെ ഇറക്കി വണ്ടി കുറച്ച് എണ്ണ അടിച്ചണം. എണ്ണ പമ്പക്ക് നമ്മള് എണ്ണ അടിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോ അവിടുന്ന് വിട്ടാണ് ഇനി നേരെ പോവാണ്. ലൈസൻസ് ഒന്നുമില്ല, എന്നാലും വണ്ടി ഓട്ടും. വണ്ടിക്ക് ചെറിയൊരു കണ്ടീഷൻ. കാക്കാന്റെ മകനാണിത്. കണ്ടോളി ഇതാണ് നമ്മളെ എന്താണ് എന്ത് ശ്രദ്ധ ഇത് പോലീസ് കണ്ടോ? റോഡ് നാട് റോട്ടിൽ കണ്ടു. കാക്കാ പിന്നെ പറഞ്ഞോ ഇവിടെ അവസ്ഥാനൊരു ട്രൗസർ അപ്പൊ നമ്മള് സൈഡാക്കാണ്. ട്രൗസറൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാണ്ട്. നമ്മളെ സമ്മാത്തിന്റെ കാലം ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇനി കടയിൽ പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിട്ടേ പോണുള്ളൂ. സമ്മാനത്തിനല്ല അമ്മലിഞ്ചോടുക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ നമ്മളെ ചെക്കൻ നമ്മള് കൊടുങ്കാട്ടിലൂടെയാണ് പോകുന്നത്. കൊടുങ്കാട് യാത്ര ചെയ്തിരിക്കുന്ന കൊടുങ്കാട്ടിലൂടെയാണ്. അപ്പൊ നമ്മള് കണ്ടു. അപ്പൊ നമ്മളിന്ന് ചോറവിടെ ഞാൻ അടുത്തിട്ടൊന്നുമില്ല. ഇതാണ് നമ്മളെ ചെക്കൻ. അപ്പൊ നമ്മള് കൊടുക്കണ്ടോ? നമ്മള് ഡെലിവറിക്ക് ഇനി കൊടുങ്കാട്ടുകൂടെയാണ് നമ്മൾ അടുത്ത യാത്ര. ഓഫ് റോഡ് റൈഡ് എല്ലാവരും കാണും. നമ്മളൊരു കൊടും ഓഫ് റോഡാണ് ചെയ്യാൻ പോണേ. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോ. പിന്നെന്താണ് ഇതാണ് ഞങ്ങളെ സ്പെഷ്യൽ അങ്കലവാടി. റീപ്പു ഇങ്ങോട്ട് വന്നിട്ട് മൂത്രച്ചീനി നമ്മൾ ഇത്രയും ചെറിയ അവിടെ പഠിച്ചോണ്ട് ഇപ്പൊ വലിയ നമ്മൾ ഇത്രയും നല്ല അടിപൊളി ഓഫ് റോഡാണ് പോണത്. ആമസോൺ കാട്ടിലൂടെ നമ്മൾ പോണത്. ആമസോൺ കാട്ടിൽ പേരോട് വെച്ചിക്കണോ? നോക്കുക ചുറ്റും പേര അതിന്റെ നാട്ടുകൂടെ നല്ല അടിപൊളി റോഡ്. അലങ്കാര പണിയായിട്ട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു നല്ല മനോഹരമായ ഇന്നാണ് നമ്മളെ വെല്ലപ്പുഴയിലെ പ്രശസ്തമായ മദ്രസ എന്നറിയപ്പെടുന്ന മദ്രസ. അതിന്റെ അസുഖത്തിലെ റൂമാണ്. ഇന്നാണ് നമ്മളെ സ്റ്റേഡിയം നിങ്ങൾ കണ്ടിട്ടില്ലേ? കാണുക. രാത്രി ആയതുകൊണ്ട് അധികം കാണില്ല. അപ്പൊ കളി നടക്കുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് പണി തീർക്കാണ്ട്. നിറച്ചു കാടാണ് കേസ് അവിടെ. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയ കേട്ടോ ഫുൾ കാടും കൊണ്ടാണ്. എല്ലാ ആനകൾ വന്ന് നമ്മൾ പെടും. ആന വന്ന പെടും. കൊടും കാട്ടിൽ നിറയെ ആനകളുണ്ടല്ലോ. നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് നമ്മൾ വണ്ടി ഓട്ടുന്നത്. നമ്മളിപ്പോ കണ്ടത് ആശുമാന്റെ വീടാണ്. നമ്മൾ ചമ്മലപ്പള്ളി അതാ മുമ്മുളിതോലാണ്.
റിസിന്റെ ഒരു ചാറ്റ് തരുമോ? നമ്മൾ കാക്ക കുട്ടീനെ കൊണ്ടിരിക്കണേ. നമ്മളെ റിസിലൊക്കെ പോണ്ട്. ആ കാട്ടിലൂടെ ഓരോ ഓഫ് റോഡ് റോഡാണ്. ഇനി വണ്ടി അങ്ങനെ നമ്മള് ആ കാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. കാക്കാനോടൊക്കെ ചാറ്റ് പറഞ്ഞു പോവാണ്. ഇതാണ് നമ്മളെ നെജുവാന്റെ പേരാ. യൂട്യൂബ് നെജുവാൻ ഉണ്ടാക്കിയ ആളാണ് നെജുവാൻ. ഇനി നമ്മളൊരു ഫേമസ് താരത്തിനെയാണ് ഈ പെരയിലോട്ട് ആക്കാൻ പോവുകയാണ്. സൂപ്പർ പാവാ സൂപ്പർ ഒരു വലിയൊരു ലോഡ് എത്താണ്ട് ലോഡ് ഇതാണ് ഇറങ്ങത്. അമ്മാൻ താരത്തിനെ അങ്ങനെ വിട പറഞ്ഞിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പോടെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. ഇല്ല 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 ഇപ്പോൾ എന്താ നിശബ്ദത എന്ന് പറഞ്ഞാൽ കുറെ ആനകൾ ഇറങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിശബ്ദത. ഒരാനയൂടി ഉണ്ട്. ആനയെ പറഞ്ഞേക്കണം. നമ്മൾ അതിനും വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ കൊടുങ്കാറ്റ്. നമ്മുടെ ആനയാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മളെ ആനക്കുട്ടന്മാരെ വണ്ടിയാണ്. ഏതോ ആനക്കുട്ടന്റെ വണ്ടിയാണ്. അതായത് ആന വണ്ടിയാണ്. അപ്പൊ നമ്മളെ ഇങ്ങനെ ഒരു ഹൈവേ റൂട്ടിന് പറക്കാണ്. കർലായി ഒരു ചായ കുടിച്ചങ്ങ് വരാന്ന് ഞങ്ങള് പ്ലാൻ ചെയ്തു. അപ്പൊ ചായ അടിച്ചാൻ പോവാണ്. ഇതാണ് ഞങ്ങളെ വല്ലപ്പോ പ്രശസ്തമായ പുതിയ പള്ളി വരാൻ പോകുന്ന സ്ഥലം. അങ്ങനെ ഇവിടെ റോഡ് പണി നടക്കാൻ പോവാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഇവിടെ കരിമ്പ് ജ്യൂസ് ഇറക്കുന്ന സ്ഥലം. നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കണം. നമ്മള് സാവിത്തിനും വേണ്ടി ഒരു ബെഡ് അങ്ങനെ വേണ്ടി ഐസ് ലീപ്പ് തന്നാണ്. ഐസ് ലീപ്പിൽ ഒരു ബെഡ് എടുക്കട്ടെ. ബെഡൊക്കെ എടുത്ത് ഇറങ്ങി നമ്മള് വണ്ടിയാണ് കൊണ്ടേക്കാൻ പോകാം. ഒന്നും നോക്കില്ല. വെച്ചാണ് വിട്ട് കൊടുങ്കാട്ടിലൂടെ. ഇതാണ് നമ്മളെ ഉടമസ്ഥന്റെ പേര. ഇതാണ് കൊട്ടാരം. ഇതിന്റെ കൊട്ടാരം. കൊട്ടാരത്തിലെ ഒരേ ഒരു രാജാവിന്റെ എന്തൊക്കെയാ കാട്ടുണ്ട്. പുകയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഈ പ്രശസ്ത റൈഡറിന്റെ ഇതാണ് നമ്മളെ കണ്ടീഷനുള്ള വണ്ടി. നമ്മളെ ഇവനെ മാത്രം നമ്മൾ പെടുത്തിയില്ല വീഡിയോയില്. അപ്പൊ ഓരോ സങ്കടം എന്ന് പറഞ്ഞിട്ട് ഓ നമ്മളടുത്ത് ക്യാമറ നിൽക്കാണ്. എടാ മുഖം കാണിക്കോടാ. നമ്മളെ ചെക്കനാണിത്. നമ്മളെ പാട്ടോടിയെ. പിന്നെ നമ്മളെ മച്ചാൻ നമ്മൾ വീടാണ്. ഈ മച്ചാനും പോവാണ്. ഈ മച്ചാനും പോവാണ്. ഫോൺ നമ്മളിതാണ്. ഇപ്പൊ നമുക്ക് കൊണ്ടുപോവാം.